ഒരാൾ കുമ്പസാരിപ്പിക്കാനിരിക്കുകയാണ്, അയാൾക്ക് സ്നേഹമില്ലെന്ന് കരുതുക. ഒരാൾ നിങ്ങളെ കാണാനും കേൾക്കാനും ഇരിക്കുന്നുണ്ട്, അയാൾക്ക് സ്നേഹമില്ലെന്ന് കരുതുക. ഒരാൾ നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തരുന്നുണ്ട്, പക്ഷെ അയാൾക്ക് സ്നേഹമില്ലെന്ന് കരുതുക. ഒരാൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫീസ് അടച്ചു തരുന്നുണ്ട്, പക്ഷെ അയാൾക്ക് സ്നേഹമില്ലെന്ന് കരുതുക. സ്നേഹമില്ലാതെയും ഇപ്രകാരമുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട്, ഡ്യൂട്ടീസ്. ഒരാൾ നിങ്ങൾക്ക് ചെലവിന് അയച്ചു തരുന്നുണ്ട്, കാരണം കോടതിയിൽ നിന്ന് വിധി വന്നിട്ടുണ്ട്, ചെലവിന് അയച്ചു കൊടുക്കണം. കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു നിശ്ചിത തുക കൃത്യമായിട്ട് വരുന്നുണ്ട് കോടതിയുടെ വിധി പ്രകാരം. അത് സ്നേഹത്തിന്റെ തുകയാണോ? അല്ല. പക്ഷെ തുക വരുന്നുണ്ട്. സ്നേഹമില്ലാത്ത തുക വരുന്നുണ്ടെന്ന്, സ്നേഹമില്ലാതെയും തുക വരാമെന്ന്. തുക വരുന്നിടത്തൊക്കെ സ്നേഹമുണ്ടെന്ന് കരുതരുതെന്ന്. അപ്പോൾ പൗലോസ് പറയുന്നു, നിനക്ക് ക്രിസ്തുവിനെ പോലെയാകണോ? നീ എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന സ്നേഹം പരിശീലിക്കണം. ഏതാണ് ആ സ്നേഹം? എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന സ്നേഹം ഈശോയുടെ സ്നേഹം, പിതാവിനോടുള്ള സ്നേഹം. പിതാവിനോടുള്ള ഈശോയുടെ സ്നേഹം നീ പരിശീലിക്കുക. എങ്ങനെയാണ് പുത്രൻ പിതാവിനോടുള്ള സ്നേഹം കാണിച്ചു തന്നത്? പിതാവ് എന്തായിരിക്കുന്നുവോ അതായി തീർന്നുകൊണ്ട് പിതാവിനോടുള്ള സ്നേഹം. പിതാവ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നു, പിതാവ് പറഞ്ഞത് ഞാൻ പറയുന്നു, പിതാവ് എന്താഗ്രഹിക്കുന്നുവോ അത് ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവ് എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ്. പിതാവ് അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന സ്നേഹം. ആ സ്നേഹം പരിശീലിക്കുവിൻ. എന്റെ എല്ലാ കാര്യങ്ങളും ഒരു മുടിയിട കൊഴിയുന്നത് പോലും പിതാവ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന അവബോധം സ്നേഹമാണ്. അതൊരു വശത്ത്. മറുവശത്ത് ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞവൻ ജീവൻ നൽകുന്ന സ്നേഹം പരിശീലിക്കുവിൻ.